നാട്ടിൽ പോയപ്പോൾ ഇച്ചിരി ഉണക്കക്കപ്പ കിട്ടി. നമ്മുടെ വാട്ടുകപ്പ എന്നൊക്കെ പറയത്തില്ല, ഉണക്കക്കപ്പ. കപ്പ ഇല്ലാത്ത സീസണിൽ മീൻ കിട്ടുമ്പോൾ മീനൊരു സൈഡ് ഡിഷായിട്ട്, കപ്പയുടെ സൈഡ് ഡിഷ് മീനല്ല, മീനൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കപ്പ വേവിക്കാം. ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം, എന്നോടൊരാൾ എൻ്റെ ഒരു വെൽവിഷർ ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഉണക്കക്കപ്പ വേവിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനും പ്രയോജനമുള്ളവർ വരുമല്ലോ, പുതിയ ഫാമിലിക്കാർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു വരുമല്ലോ, അപ്പോൾ അവർക്കൊരു യൂസ് ആകുമെന്നും കൊണ്ട് ഞാൻ ഇച്ചിരി ഉണക്കക്കപ്പ വേവിക്കാൻ പോവായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചുകൊണ്ട് വരാം. ആ കപ്പ നമുക്കൊന്ന് കുതുക്കാം, കുറച്ച് നേരം വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതുക്കാം. അത് കുതിർത്തിട്ട് നമ്മളിങ്ങനെ നല്ലതായിട്ട് കഴുകി ഒടിച്ച് ചെറുതാക്കി ഒടിച്ചിട്ട് കഴുകി വരാം. 2-3 പ്രാവശ്യം ഇങ്ങനെ, അങ്ങനെ കൊച്ചു പീസാക്കണ്ട, ഇങ്ങനെ കഴുകി വാരി വെള്ളം പോയിട്ട് നമുക്കതൊരു കുക്കറിലോട്ട് ഇടാം. ഈ ചെറിയ പീസായത് കഴുകി വാരി കുക്കറിലോട്ട് ഇടാം. എന്നിട്ട് കുക്കറിൽ അത് മുങ്ങാനുള്ള വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, അത് മുങ്ങാനുള്ള വെള്ളം മതി. മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച്, ഇപ്പോൾ ഉപ്പിടണ്ട, നമുക്കൊന്ന് ഒരു 2-3 വിസിൽ, അത് ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് ഒരു 3 വിസിൽ മതി. 3 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് അവിടെ വെക്കാം. അത് കഴിഞ്ഞ് അതിന് അരയ്ക്കാനെടുക്കാം. അതിനൊരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകം, പെരുംജീരകമല്ല, ചെറിയ ജീരകം, ഒരു 2-3 പച്ചമുളക്, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക്, എരി ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇച്ചിരി ചുവന്നുള്ളി വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. ഇച്ചിരി ചുവന്നുള്ളി ഇട്ടാലും കുഴപ്പമില്ല. അതൊന്ന് ചതച്ചുകൊണ്ട് വരിക. അതൊന്ന് ചതച്ചിട്ട് തേങ്ങ ഇടും. തേങ്ങ അങ്ങ് ഒത്തിരി അങ്ങ് അരയണ്ട, തിരുമ്മി വെച്ചേക്കുന്ന ഒരു അരമുറി തേങ്ങയുടെ ആവശ്യമില്ല. ആ തേങ്ങ വിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ച്, തേങ്ങ ഒന്ന് ചതഞ്ഞാൽ മതി, അരയണ്ട. ഒന്ന് ചതച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഈ കപ്പ നോക്കാം. കപ്പ ഒരു പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു കിഴുത്ത പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തു. അതങ്ങനെ ഊറ്റി അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വെക്കാം. ഇനിയും പച്ചവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട്, ചിലരെ കടുക് വറുക്കും, ചിലർ കടുക് വറുക്കത്തില്ല, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നോർമൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എണ്ണ ചൂടായി, കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി ചുവന്നുള്ളി, സവോളയോ ചെറിയ ഉള്ളി ആയിരിക്കും നല്ലത്, സവോള എന്നാലും മതി, അതിട്ടു. ഇച്ചിരി കരിയാപ്പില, നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടുകൊണ്ട് ഇനി എരി വേണ്ട. പച്ചമുളക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി മുളക് കൂടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ പക്ഷേ കളറ് മാറും. നമ്മളിത് ആവശ്യത്തിന് എരിയുണ്ട്. എന്നിട്ട് ഈ അരപ്പൂടെ അതിൻ്റെ കൂടെ ഇട്ട് ചൂടാക്കണം. അരപ്പൊന്ന് ചൂടാക്കണം. തേങ്ങയും പച്ചമുളക് ജീരകമൊക്കെ ഒന്ന് ചൂടായി വരണം. ചെറിയ തീയിൽ അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട്, വെള്ളമൊന്നും ഒഴിക്കേണ്ട, അരപ്പ് മുഴുവൻ ഇപ്പം അങ്ങെടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, ആ കപ്പയ്ക്ക് കളർ വരാനുള്ള മഞ്ഞൾപ്പൊടി. ഇപ്പോഴാണ് ഉപ്പിടുന്നത്, നേരത്തെ കപ്പയ്ക്ക് അത് ഉപ്പിട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പ്, ഇട്ട് അരപ്പ് നല്ലതായിട്ട്, അരപ്പും മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഊറ്റി വെച്ച കപ്പ അതിനകത്തോട്ടിടുക. ഈ കപ്പ അതിനകത്തോട്ടിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നമുക്ക് അങ്ങനെ അതൊന്ന് മൂടി വെക്കാം. അരപ്പും എല്ലാം കൂടെ കപ്പയിലൊന്ന് പൊരിക്കും. തീ സിമ്മ വെച്ചേക്കുക, വെള്ളമൊന്നുമില്ല, തീ സിമ്മ വെച്ചേക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്ത് ഇത് നല്ലതായിട്ട് കപ്പ മേലെ നാവി വരുമ്പോൾ നമുക്കത് ഇളക്കിയെടുക്കാം. ഇളക്കി വല്ല മത്തോ തവിയോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ തവി വെച്ച് തന്നെ ഇളക്കുന്നത്. നല്ലതായിട്ടെല്ലാം ചേർത്ത് ഒന്ന് തവിയിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുത്തിട്ട് ഇളക്കി വരാം. അത് നല്ലതായിട്ട് വെന്താണെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. തവിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ഒന്ന് ഉടച്ചാൽ മതി. എന്നിട്ട് മേലെ ഒരു ശകലം വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താ കടുക് വറുത്തേ, മേലൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കക്കപ്പ വേവിച്ചത് റെഡിയായി.
നല്ലതായിട്ട് വെന്തു, നല്ലതായിട്ട് കുഴഞ്ഞ് വെന്ത് റെഡിയാണ്. നമുക്ക് ഇച്ചിരി മീൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ, ഇച്ചിരി മീൻ കറിയും കൂടെ കിട്ടി, ഇച്ചിരി മത്തിക്കറിയും കൂടെ കിട്ടിയ അതിനെ സുഖമായിട്ട് നല്ല മത്തിക്കറി കിട്ടി. ആ മത്തിക്കറിയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ച് കിറങ്ങാം. 2 ദിവസത്തേനുള്ള എനർജി കിട്ടും. താങ്ക് യു.